കേട്ടിട്ട് തന്നെ പേടിയാവാ. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്കുണ്ട്. നിങ്ങളുടെയൊക്കെ സ്വഭാവം വെച്ച് അത് ചെയ്യാൻ വേണം. പക്ഷെ ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ ഈ വീടിന്റെ മരുമകളാണ്. നിങ്ങളെന്റെ അമ്മയും മുത്തശ്ശിയൊക്കെ അല്ലേ. നിന്നെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ലടി. വേണമെന്ന് ആരാ അമ്മേ പറഞ്ഞേ? വിശ്വസിക്കാൻ എല്ലാ ഗുണവും ചേർന്ന ഒരുത്തിന് ഇവിടെ ഉണ്ടല്ലോ, ശരത്ത്. അവനെ അങ്ങ് വിശ്വസിച്ചാ മതി. ചേരുന്നതേ ചേരൂ. അതാ നിങ്ങൾ തമ്മിൽ ചേർന്നത്. പിന്നെ കൂടുതൽ വിളച്ചിലെടുത്ത ഞാൻ അത് തന്നെ അങ്ങ് ചെയ്യും, പറഞ്ഞേക്കാം. കൂടോത്രേ തലേക്കങ്ങ് പൊട്ടിത്തെറിക്കും. അയ്യോ 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 എടി പാർവതി, എനിക്ക് വല്ലാത്ത പരവേശം. നീ കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ട് വാ. അയ്യോ കൂടോത്രം വല്ല ആണോ എന്തോ. നോക്കിയിരിക്കാതെ എടുത്തോണ്ട് വാടി. ഇപ്പൊ എടുക്കാൻ. ദൈവമേ, ഇത് കൂടോത്രം തന്നെ ആയിരിക്കും. എന്താ മുത്തശ്ശി, സുഖമല്ലേ? അസുഖമല്ല മോനെ, വല്ലാത്തൊരു ചൊറിച്ചില്. ദൈവമേ, ഇനി വരെ തക്കാളിപ്പനി ആയിരിക്കോ? തക്കാളിപ്പനിയോ? എനിക്കോ? അതിന് ഞാൻ തക്കാളി കൂട്ടിട്ട് എത്ര ദിവസമായി? മുത്തശ്ശി, തക്കാളിന്ന് വരുന്ന പനിയല്ല. എവിടെ നോക്കട്ടെ, ചൂടുണ്ടോന്ന്. ചൂടൊന്നുമില്ലല്ലോ. അപ്പൊ പനിയല്ല. എടാ മോനെ, ഇത് ബാധയാ. ബാധ. എടാ കൂടോത്രം. ദേവികയാ ഇതിന്റെയൊക്കെ പിന്നില്. അല്ലെന്ന് അവള് പറയുന്നുണ്ട്. ഞാനത് വിശ്വസിക്കാൻ തയ്യാറല്ല മോനെ. മുത്തശ്ശി, അവള് കൊണ്ടുവന്ന എന്തെങ്കിലും സാധനം മുത്തശ്ശി കഴിച്ചായിരുന്നു? അല്ല മുറുക്കോ ബിസ്ക്കറ്റോ എന്തെങ്കിലും? ഇല്ല. കഴിച്ചത് മോന്റെ അമ്മ കൊണ്ടു തന്നതാ. പ്രഭമോൾ എന്തായാലും കൂടോത്രം ചെയ്യില്ലല്ലോ. അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മുത്തശ്ശി, എന്റെ അല്ലേ അമ്മ. ഓ, ഞാനേ അമ്പലത്തിൽ പോയി നല്ലോണം തൊഴുതതാ. ദോഷങ്ങളും മുഴുവൻ പോകുന്ന കരുതിയ. എവിടുന്ന്? അയ്യോ, ഈ കണക്കിന് പ്രഭമോളുടെ വാക്ക് കേൾക്കാതെ ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് പോയിരുന്നെങ്കിൽ വല്ല കള്ളന്മാരും വന്ന് പിടിച്ചു പറിച്ചോണ്ട് പോയേനെ. എന്താ മുത്തശ്ശി എന്താ പറഞ്ഞ? ആഭരണങ്ങളെ ഇതൊന്നും ഇട്ടോണ്ട് പോവണ്ടെന്ന് പ്രഭമോൾ പറഞ്ഞിരുന്നു. ഞാൻ അപ്പാടെ അതങ്ങ് അനുസരിക്കുകയും ചെയ്തു. അത് ശരി. ഇതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? പിന്നെ ഞാനിതെല്ലാം ഇവിടെ ഊരി വെച്ചിട്ടാ പോയത്. സ്വർണത്തിന് വില കൂടി നിൽക്കുന്ന സമയമല്ലേ മോനെ? അതെ അതെ, എന്തും സംഭവിക്കാനുള്ള സമയം. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, എന്റെ അമ്മയ്ക്ക് എന്തുമാത്രം ദീർഘവീക്ഷണം ഉണ്ടെന്ന് ചിന്തിക്കുക. നമ്മളായിരുന്നെങ്കിലേ ഇതൊന്നും നോക്കാതെ പോവായിരുന്നു, പേടുകയും ചെയ്യും. അത് ശരിയാ മോനെ. മുത്തശ്ശി ആ കൈ നീട്ടി. എന്താ മോനെ? ചോറിച്ചിലുള്ള കയ്യ്. ഇവിടെയാ മോനെ. ഇവിടെ. നോക്കിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ മോനെ? പലതും മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശി. ആണോ? ഇത് മാറിക്കോളൂ, മുത്തശ്ശി വിഷമിക്കണ്ട. എന്താടാ? അമ്മ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ എവിടെയായാലും നിനക്കെന്താ? വെറുതെ അല്ല അമ്മയെ വീട്ടിൽ താമസിച്ചത്. ഇതുപോലൊരു വൃത്തിയോട് കാണിക്കുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിലേ ഒരിക്കലും അമ്മ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലേ?
ബാക്കിയുള്ളവരെ പറ്റിക്കാൻ പറ്റും, എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. ആ സ്വർണം എവിടെ? ഏത് സ്വർണം? മുത്തശ്ശിയുടെ സ്വർണം. ഇട്ടുകൊണ്ട് പോയ കള്ളന്മാര് കൊണ്ടുപോകുന്ന പേടിപ്പിച്ച് അത് ഊരി വെപ്പിച്ചില്ലേ?